പണ്ട് ഭസ്മാസുരൻ എന്ന ക്രൂരനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. സർവശക്തനാകണമെന്ന മോഹത്താൽ അവൻ കൈലാസനാഥനായ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു. സാധാരണ തപസ് അല്ല അവൻ അനുഷ്ഠിച്ചത്. കൊടും വനത്തിൽ ഒരു കാലിൽ മാത്രം ഊന്നി നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ അവൻ തപസ് ചെയ്തു. അവന്റെ തപസ്സിന്റെ തീക്ഷ്ണത കൊണ്ട് ലോകം മുഴുവൻ ചൂട് പിടിക്കാൻ തുടങ്ങി. ഒടുവിൽ ഭക്തവത്സലനായ മഹാദേവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷനായി. തുടർന്ന് മഹാദേവൻ ആ അസുരനോട് ചോദിച്ചു, അല്ലയോ അസുരകുമാര, നിന്റെ തപസ്സിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? മരണമില്ലാത്ത വരം വേണമെന്നായിരുന്നു അവന്റെ ആഗ്രഹമെങ്കിലും അത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായതിനാൽ ആ അസുരൻ മറ്റൊരു സൂത്രവിദ്യ പ്രയോഗിച്ചു. അവൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ആരുടെ ശിരസിൽ കൈകൾ വയ്ക്കുന്നുവോ അവർ അപ്പോൾ തന്നെ ഭസ്മമായി തീരണം. ലോക നന്മ മാത്രം ആഗ്രഹിക്കുന്ന മഹാദേവൻ തഥാസ്തു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ആ വരം അവന് നൽകി. കൂടാതെ അന്നു മുതൽ അവൻ ഭസ്മാസുരൻ എന്ന നാമത്തിൽ അറിയപ്പെടുമെന്നും മഹാദേവൻ പറഞ്ഞു. വരം കിട്ടിയതോടെ അസുരന്റെ ഉള്ളിലെ ദുഷ്ടത വർദ്ധിച്ചു. ഈ വരം സാക്ഷാൽ മഹാദേവന്റെ മേൽ തന്നെ പരീക്ഷിച്ചാൽ തനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും കിട്ടുമെന്ന് അവൻ കരുതി. അങ്ങനെ ആ അസുരൻ മഹാദേവന് നേരെ കൈകൾ നീട്ടി. താൻ നൽകിയ വരം തനിക്ക് തന്നെ വിനിയാകുന്നത് കണ്ട് മഹാദേവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. എന്നാൽ ഭസ്മാസുരൻ മഹാദേവനെ അന്വേഷിച്ച് കൈലാസത്തിലും ഭൂമിയിലും വനങ്ങളിലും പർവ്വത നിരകളിലും അവൻ ഓടിക്കൊണ്ടേയിരുന്നു. തുടർന്ന് മഹാദേവനെ രക്ഷിക്കാനായി നാരായണ ഭഗവാൻ അതിസുന്ദരിയായ ഒരു നർത്തകിയുടെ രൂപത്തിലേക്ക് മാറി. അതായിരുന്നു മോഹിനി. മഹാദേവനെ പിന്തുടരുന്ന വഴിയിൽ സുന്ദരമായ ഒരു പൂന്തോട്ടത്തിൽ നൃത്തം ചെയ്യുന്ന മോഹിനിയെ കണ്ട് അസുരൻ സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അവൻ മഹാദേവനെ മറന്നു. മോഹിനിയെ വിവാഹം കഴിക്കണമെന്നായി അവന്റെ ആഗ്രഹം. മോഹിനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അസുര, ഞാനൊരു നർത്തകിയാണ്. നൃത്തം അറിയാത്ത ഒരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ചെയ്യുന്നത് പോലെ ചുവടുകൾ പിഴയ്ക്കാതെ നൃത്തം ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ നിന്റെ പത്നിയാകാൻ തയ്യാറാണ്. മോഹിനിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അസുരൻ അതിന് സമ്മതിച്ചു. മോഹിനി നൃത്തം തുടങ്ങി. ഓരോ ചുവടുകളും കൈമുദ്രകളും അസുരൻ കൃത്യമായി അനുകരിച്ചു. നൃത്തത്തിന്റെ ലഹരി മുറുകിയപ്പോൾ ഒരു പ്രത്യേക ചുവടിൽ മോഹിനി തന്റെ കൈപ്പത്തി സ്വന്തം ശിരസിന് മുകളിൽ വെച്ച് മനോഹരമായി ചലിച്ചു. നൃത്തലഹരിയിൽ ലയിച്ചിരുന്ന അസുരൻ തനിക്ക് കിട്ടിയ വരത്തെക്കുറിച്ച് മറന്നുപോയി. അവൻ അതേപടി തന്റെ കൈ സ്വന്തം ശിരസിൽ വെച്ചു. അവൻ തന്റെ കൈകൾ ശിരസിൽ വെച്ച നിമിഷം മഹാദേവൻ നൽകിയ വരത്തിന്റെ ഭക്തിയാൽ ഭസ്മാസുരൻ ഒരു പിടി ചാരമായി മാറി. അങ്ങനെ ലോകത്തെ ഭയപ്പെടുത്തിയ ആ അസുരൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ ഇല്ലാതാവുകയും ചെയ്തു. മഹാദേവന്റെയും ഭസ്മാസുരന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം നമോ നാരായണായ.